വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മുഖ്യമായും മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മാർപ്പാപ്പ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് നടത്തിയിരുന്ന പ്രസംഗ പരമ്പരയിലെ അല്ലെ മതബോധന പ്രബോധനത്തിലെ ഒരു എപ്പിസോഡാണ്. അപ്പസ്തോലിക ഔത്സിക്യത്തെക്കുറിച്ച് നീണ്ട ഒരു പ്രഭാഷണ പരമ്പര, പ്രബോധന പരമ്പരയാണ് മാർപ്പാപ്പ നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് കൃത്യം ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു വർഷം മുമ്പ് ഈ ദിവസം മാർപ്പാപ്പ നടത്തിയ ഒരു പ്രഭാഷണമാണ്. അത് കാലഹരണപ്പെടുന്നതല്ല, നിത്യം നിലനിൽക്കുന്നതാണ്, ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ് ഞാനത് ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണം. മാർപ്പാപ്പ പ്രേക്ഷിത തീക്ഷ്ണതയാൽ ജ്വലിച്ചിരുന്ന അനേകം ആളുകളുടെ ചരിത്രങ്ങൾ ഈ പ്രബോധന പരമ്പരയിൽ വിവരിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഊന്നൽ കൊടുത്ത ഒന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച് നടത്തിയ വിവരണം, പ്രബോധനം, അദ്ദേഹത്തെക്കുറിച്ചുള്ള അവതരണം. അത് പ്രധാനമാണ്. അപ്പസ്തോലിക ഔത്സിക്യത്തിൻ്റെ വിശിഷ്ട മാതൃകകളെ എടുത്തു കാട്ടാനാണ് മാർപ്പാപ്പ ഈ പ്രബോധന പരിപാടിയിൽ ശ്രമിച്ചത്. സുവിശേഷവൽക്കരണത്തെക്കുറിച്ച്, അപ്പസ്തോലിക ഔത്സിക്യത്തെക്കുറിച്ച്, ഈശോയുടെ നാമം വഹിക്കുന്നതിനെക്കുറിച്ചാണ് മാർപ്പാപ്പ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ മാതൃകാപരമായ രീതിയിൽ അത് നിർവഹിച്ച അനേകം സ്ത്രീ പുരുഷന്മാർ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് സേവ്യറിൻ്റെ കാര്യം പരിഗണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ മിഷണറി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത്. ഏറ്റവും മഹാൻ ആരാണെന്ന് പറയുക അസാധ്യമാണ് എന്ന് ഉടനെ മാർപ്പാപ്പ കമൻ്റ് ചെയ്യുന്നുണ്ട്. കാരണം മറഞ്ഞിരിക്കുന്ന അനേകം മിഷണറിമാരുണ്ട് എന്ന് മാർപ്പാപ്പ തുറന്ന് പറയുകയാണ്. ഒരുപക്ഷെ അവർ ഇന്നും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനേക്കാൾ ശക്തമായി പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരാകാം. മിഷനുകളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് ഫ്രാൻസിസ് സേവ്യർ എന്നതാണ് പ്രത്യേകം ശ്രദ്ധേയം. ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസയെപ്പോലെ കടന്നു പോകുമ്പോഴാണ് ഒരു മിഷണറിക്ക് മഹത്വമുണ്ടാകുന്നത് എന്ന കാര്യം നാം ഓർക്കണം. മരണത്തിന് ശേഷമാണ് മഹത്വമുണ്ടാകുന്നത്. അങ്ങനെയുള്ള അനേകം വൈദികരുണ്ട്. മാർപ്പാപ്പ വീണ്ടും പറയുകയാണ്, അൽമായരുണ്ട്, മിഷനുകളിലേക്ക് പോകുന്ന സന്യസ്തരുണ്ട്, ഇറ്റലിയിൽ നിന്നും നിങ്ങൾ അനേകരിൽ നിന്നും അങ്ങനെ പോകുന്നവരുണ്ട്. മാർപ്പാപ്പ പ്രസംഗം പറയുന്നത് ഒരു ബുധനാഴ്ചയാണല്ലോ. അവിടെ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നിച്ചു കൂടിയിട്ടുണ്ട് പ്രസംഗം കേൾക്കാനും മാർപ്പാപ്പയെ കാണാനും. അവരോടാണ് പറയുന്നത്. ധാരാളം പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മിഷണറിമാരായി പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു വൈദികൻ്റെ ജീവചരിത്രം മനസ്സിലായപ്പോഴാണ് ഞാനത് കാണുന്നത് എന്ന് പറഞ്ഞു. മെത്രാനായി നിയമിക്കപ്പെടാനുള്ള ഒരു അപേക്ഷകൻ എന്ന നിലയിലാണ് ഞാനത് കാണാനിടയായത് എന്നും പറഞ്ഞു. ആ സ്ഥലത്ത് അദ്ദേഹം 10 വർഷം പ്രേക്ഷിത പ്രവർത്തനം നടത്തി. അത് മഹനീയമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സുവിശേഷം പ്രസംഗിക്കാനായി സ്വന്തം രാജ്യം വിട്ടുപോവുക, ഇത് അപ്പസ്തോലിക ഔത്സിക്യമാണ്. ഇതാണ് അപ്പസ്തോലിക ഔത്സിക്യം. ഇത് നാം വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഈ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് കഴിഞ്ഞ കാലത്ത് വിദേശ സ്ഥലങ്ങളിലൊക്കെ പോയി പ്രേക്ഷിത പ്രവർത്തനം നടത്തിയവരിൽ നിന്ന് നാം ഏറെ പഠിക്കണമെന്നും മാർപ്പാപ്പ പറയുകയാണ്. തുടർന്ന് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഒരു ചരിത്രം മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ വളരെ പ്രസിദ്ധനായതുകൊണ്ടും ഈ നാട്ടിലെ അനേകായിരങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടും നാം അദ്ദേഹത്തെപ്പറ്റി ഒന്നുകൂടി മാർപ്പാപ്പയുടെ വാക്കുകളിൽ അനുസ്മരിക്കുന്നത് പ്രധാനമാണ്. 1506 വടക്കൻ സ്പെയിനിൽ നവാരായിലെ കുലീനമെങ്കിലും ദരിദ്രമായൊരു കുടുംബത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിച്ചത്.
പഠനത്തിനായി അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. ബുദ്ധിമാനും നല്ലവനുമായ ഒരു ലൗകികനായിരുന്നു ഫ്രാൻസിസ് സേവിയർ. അദ്ദേഹം അവിടെ വെച്ച് ലയോളയിലെ ഇഗ്നേഷ്യസിനെ കണ്ടുമുട്ടി. അദ്ദേഹം സേവിയറിനെ ആത്മീയ അഭ്യാസങ്ങൾ ചെയ്യിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിവർത്തിതമായി. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്തു പ്രയോജനമെന്ന ഒരു ചോദ്യമാണ് ഇഗ്നേഷ്യസ് ഫ്രാൻസിസിനോട് ചോദിച്ചത്. അദ്ദേഹം അങ്ങനെ മിഷനറിയായി തൻ്റെ ലൗകികമായ ജോലികളെല്ലാം വ്യഗ്രതകളെല്ലാം ഉപേക്ഷിച്ചു. ഒരു ജെസ്യൂട്ടായി വ്രതം സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം വൈദികനായി. സുവിശേഷവൽക്കരണത്തിനായി അദ്ദേഹം പൗരസ്ത്യ ദേശത്തേക്ക്, നമുക്കറിയാം മുഖ്യമായും ഇന്ത്യയിലേക്ക്, അദ്ദേഹം ജപ്പാനിലേക്ക്, ചൈനയിലേക്ക് പോകാനും അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അവിടെ എത്തുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം മരണമടഞ്ഞു. അതാണ് ചരിത്രം. അതേസമയം പൗരസ്ത്യ ദേശത്തേക്ക് മിഷണറിമാരുടെ യാത്രകൾ ഒരു അജ്ഞാത ലോകങ്ങളിലേക്ക് അയക്കപ്പെടുക എന്ന രീതിയിലാണ് യൂറോപ്യന്മാർ കണ്ടിരുന്നത്. അപ്പസ്തോലിക ഔത്സുക്യം നിറഞ്ഞിരുന്നതിനാൽ ഇത്ര ദൂരമായ സ്ഥലത്തേക്ക് അദ്ദേഹം പോരാൻ തയ്യാറായി. കേവലം 11 പരം വർഷങ്ങളിൽ അദ്ദേഹം അസാധാരണമായ ഒരു ദൗത്യമാണ് നിർവഹിച്ചത്. ഏറെക്കുറെ 11 വർഷക്കാലം അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അന്ന് കപ്പൽ യാത്ര വളരെ ദുഷ്കരമായിരുന്നു, അപകടകരവുമായിരുന്നു. കപ്പൽ ഛേദം അല്ലെങ്കിൽ രോഗം എന്നിവ മൂലം അനേകം പേർ വഴിമധ്യേ മരിച്ചിട്ടുണ്ട്. ഇന്നും നമുക്കറിയാം കപ്പലിൽ യാത്ര ചെയ്യുന്നവർ മരിക്കുന്നു. മാർപ്പാപ്പ മെഡിറ്ററേനിയനിൽ മരിക്കുന്ന ആളുകളെ ഓർക്കുന്നു. ഫ്രാൻസിസ് സേവിയർ 3.5 വർഷത്തിലേ അധികം കാലം കപ്പലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവഴിച്ചിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്. പ്രേക്ഷിത ദൗത്യത്തിൻ്റെ 1/3 ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ എത്തിച്ചേരാനും ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലെത്താനുമാണ് അദ്ദേഹം പലപ്പോഴും ഈ യാത്രകൾ നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഗോവയിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. നമുക്കറിയാമല്ലോ, പോർച്ചുഗീസ് പൗരസ്ത്യ ദേശത്തിൻ്റെ തലസ്ഥാനമായിട്ടാണ് വർത്തിച്ചിരിക്കുന്നത്. സാംസ്കാരികം, വാണിജ്യം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുടെയും പോർട്ടുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനമായിരുന്നു ഗോവ എന്നത് നമ്മൾ ഓർക്കണം. തൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ഫ്രാൻസിസ് സേവിയർ ഇട്ടതും ഇവിടെ തന്നെയാണ്, ഗോവയിലാണ്. പക്ഷെ അവിടെ മാത്രമായി ഒതുങ്ങിയില്ല എന്നതാണ് പ്രധാനം. ഇന്ത്യയുടെ തെക്കൻ തീരത്തെ ദരിദ്രരായ മത്സ്യത്തൊഴിലാളികളെ സുവിശേഷവൽക്കരിക്കാൻ അദ്ദേഹം പോയി. നമ്മുടെ കേരളത്തിലേക്ക് അദ്ദേഹം വന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. വിശ്വാസം പഠിപ്പിക്കുക, പ്രാർത്ഥനകൾ പഠിപ്പിക്കുക, കുട്ടികളെ പ്രത്യേകിച്ച് പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചുറ്റിക്കറങ്ങി നടന്നു. ജ്ഞാനസ്നാനം അനേകർക്ക് നൽകിക്കൊണ്ടും രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടും അദ്ദേഹം നടന്നു. പിന്നീട് വിശുദ്ധ ബർത്തലോമിയായോയുടെ കബറിടത്തിൽ ഒരു രാത്രി പ്രാർത്ഥിക്കവേ ഇന്ത്യക്കും അപ്പുറത്തേക്ക് പോകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായി. തുടങ്ങിവെച്ച ജോലികൾ നല്ല കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് തോന്നലുണ്ടായി. അദ്ദേഹം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളുകളുണ്ട് എന്ന് മനസ്സിലായി. അതിനാൽ ധൈര്യപൂർവം മലുക്കു ദ്വീപുകളിലേക്ക് അദ്ദേഹം യാത്രയായി. ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങളിൽ ഏറ്റവും അകലെയുള്ള ദ്വീപാണത്. അവിടുത്തെ മനുഷ്യർക്ക് ചക്രവാളങ്ങളില്ലായിരുന്നു. അവർ അതിനുമപ്പുറത്തേക്ക് പോയി. വിശുദ്ധരായ ഈ മിഷണറിമാർക്ക് എന്തൊരു ധീരതയായിരുന്നു എന്ന് മാർപ്പാപ്പ അത്ഭുതം കൂറുകയാണ്. ഇന്നത്തെ മിഷണറിമാർക്കും അതുപോലെ തന്നെ അത്ഭുതം കൂറേണ്ടതാണ്.
കപ്പലിൽ അവർ 3.5 വർഷം ചെലവഴിക്കുന്നില്ലെങ്കിലും ഇന്നത്തെ ആളുകൾ 24 മണിക്കൂർ വിമാനത്തിൽ ചെലവഴിക്കും. അവിടെ ഇത് ഒന്നു തന്നെയാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മിഷണറി ചൈതന്യത്താലാണ് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവർ അവിടെ താമസിക്കണം, അനേകം കിലോമീറ്റർ സഞ്ചരിക്കണം, വനങ്ങളിൽ കഴിയണം, മലുക്ക് ദ്വീപുകളിൽ എന്ന് മാർപ്പാപ്പ പ്രാസംഗികമായി പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇനി സേവ്യറിൻ്റെ കാര്യം പറഞ്ഞാൽ മലുക്ക് ദ്വീപുകളിൽ സേവ്യർ മതബോധനം പ്രാദേശിക ഭാഷയിൽ തർജ്ജമ ചെയ്തു. പണ്ടത്തെ മിഷണറിമാർ ചെയ്തൊരു വലിയ കാര്യം ഇതാണ്. ഒരു സ്ഥലത്ത് ചെല്ലുക, ആ ഭാഷ പഠിക്കുക, അവിടെ നമ്മുടെ വിശ്വാസം രചിച്ച് കുട്ടികളെ പഠിപ്പിക്കുക. ഫ്രാൻസിസ് സേവ്യറൊക്കെ ചെയ്ത ആ സേവനം നമ്മൾ ഇപ്പോഴാണ് അത്ഭുതത്തോടെ കാണേണ്ടത്. കാരണം അത് പാട്ടിലൂടെ അവരെ പഠിപ്പിച്ചു. കാരണം പാട്ടിലൂടെ പഠനം മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഗാനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നു. കത്തുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ നാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാർപ്പാപ്പ ഒരു വാചകം അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണത്: ഈ സകല വിപത്തുകളും സൗകര്യക്കുറവുകളും അസ്വസ്ഥതകളും കർത്താവായ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കുമ്പോൾ സ്വർഗീയ സമാശ്വാസങ്ങൾ നിറഞ്ഞ ഖജനാവുകളായി മാറും എന്ന് അദ്ദേഹം എഴുതി. ആനന്ദത്തിൻ്റെ മാധുര്യമേറിയ കണ്ണീർ പൊഴിക്കുന്നതിലൂടെ ഒരുവന് കാഴ്ച നഷ്ടപ്പെടുന്നത് വരെ അത് എത്തുന്നു എന്ന് അദ്ദേഹം എഴുതി. ആനന്ദത്തിൻ്റെ മാധുര്യമേറിയ കണ്ണുനീർ അത് പൊഴിച്ച് കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥ വരെ എത്തുന്ന അത്രമാത്രം സന്തോഷമാണ് അനുഭവിച്ചത് എന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. ദൈവത്തിൻ്റെ ജോലി ചെയ്തപ്പോൾ അദ്ദേഹം ആനന്ദക്കണ്ണീർ പൊഴിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് വ്യക്തമാണല്ലോ. ഒരു ദിവസം ഇന്ത്യയിൽ വെച്ച് ജപ്പാനിൽ നിന്ന് വന്ന ഒരാളെ അദ്ദേഹം കണ്ടുമുട്ടി. ഫ്രാൻസിസ് സേവ്യർ വിദൂരസ്ഥമായ തൻ്റെ ദേശത്തെക്കുറിച്ച് അദ്ദേഹം ഫ്രാൻസിസിനോട് പറഞ്ഞു. അവിടെ ഒരിക്കൽ പോലും ഒരു യൂറോപ്യൻ മിഷണറി എത്തിയിട്ടില്ലായിരുന്നു എന്നും പറഞ്ഞു. അപ്പസ്തോലൻ്റെ അസ്വസ്ഥത, ഒരു പ്രേക്ഷിതൻ്റെ തീഷ്ണത ഫ്രാൻസിസ് സേവ്യർ അനുഭവിച്ചു. അവനും അപ്പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരസ്വസ്ഥതയാണ് അവനുണ്ടായിരുന്നത്. അതിനും അപ്പുറത്തേക്ക് പോകണം. എത്രയും പെട്ടെന്ന് അവിടേക്ക് പുറപ്പെടാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു ചൈനക്കാരൻ്റെ പഴയ ബോട്ടിൽ സാഹസിക യാത്രയ്ക്ക് ശേഷം അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. ജപ്പാനിൽ ചെലവഴിച്ച 3 വർഷക്കാലം ദുഷ്കരമായിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന് കാലാവസ്ഥ, നേരിടേണ്ടി വന്ന എതിർപ്പുകൾ, അവിടുത്തെ ഭാഷയിലുള്ള അജ്ഞത, അതൊക്കെയായിരുന്നു അതിന് കാരണം. പക്ഷേ ഇവിടെയും നട്ട വിത്തുകൾ ഏറെ ഫലമണിയും എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. വലിയ സ്വപ്നദർശിയായ ഫ്രാൻസിസ് സേവ്യർ ജപ്പാനിൽ വെച്ച് മനസ്സിലാക്കിയത് ഏഷ്യയിലെ തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിന് നിർണായകമായ ഒരു രാജ്യത്തെക്കുറിച്ചാണ്. അതായിരുന്നു ചൈന. അവിടെ വെച്ചാണ് അദ്ദേഹം ചൈനയെപ്പറ്റി മനസ്സിലാക്കുന്നത്. അതിൻ്റെ സംസ്കാരം, ചരിത്രം, വലിപ്പം എന്നിവയിലൂടെ അത് ലോകത്തിൻ്റെ ആ ഭാഗത്ത് അതീശത്വം പുലർത്തിയിരുന്നു. മനോഹരമായ ചരിത്രമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണല്ലോ ചൈന എന്ന് മാർപ്പാപ്പ എഴുതുകയാണ്. അങ്ങനെ ഫ്രാൻസിസ് ഗോവയിലേക്ക് മടങ്ങി. അധികം വൈകാതെ വീണ്ടും യാത്ര തുടങ്ങി. ചൈനയിൽ പ്രവേശിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. പക്ഷേ അദ്ദേഹത്തിൻ്റെ പദ്ധതി നടന്നില്ല. അദ്ദേഹം ചൈനയുടെ പടിവാതിലിൽ സാൻസിയോൻ എന്ന ചെറുദ്വീപിൽ വെച്ച് മരണമടയുകയാണ് ചെയ്തത്. ചൈനയുടെ തീരത്തിന് മുമ്പിൽ കാഞ്ചൻ കരയിൽ ഇറങ്ങാൻ നിഷ്ഫലമായി ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണമടഞ്ഞത്. അവിടെ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. 1552 ഡിസംബർ 3 പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അദ്ദേഹം ചരമം പ്രാപിച്ചു. അതാണ്, ഒരു ചൈനക്കാരൻ മാത്രം അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് അടുത്ത് നിന്നിരുന്നു. ഫ്രാൻസിസ് സേവ്യറുടെ ഭൗമിക യാത്ര
അങ്ങനെ അവസാനിച്ചു. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? മാർപ്പാപ്പ ആളുകളോട് ചോദിച്ചു, തന്നെ കേൾക്കുന്നവരോട്. 80 കാണുമോ? നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തിന് വെറും 40 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ജീവിതം ഉത്സാഹത്തോടെ അദ്ദേഹം മിഷനുകളിൽ ചെലവഴിച്ചു. അപ്പം മുഖ്യമായും ഇന്ത്യയിൽ, ഗോവയിൽ, ബോംബെയിൽ, കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങൾ മുഴുവനും ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വരുന്നതിനിടയാക്കിയത് പ്രത്യേകിച്ച് മുക്കുവരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രവർത്തനമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഏറെ വികസിത രാജ്യമായ സ്പെയിൻ വിട്ട് അന്നും നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വികസിതമായ രാജ്യമാണ്. ചൈനയിലെത്തി. മഹത്തായ ചൈനയുടെ പടിവാതിക്കൽ മരണമടഞ്ഞു. ഒരു ചൈനക്കാരൻ മാത്രമേ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേറെ പ്രതീകാത്മകമായിരുന്നു എന്നും മാർപ്പാപ്പ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രവൃത്തി എപ്പോഴും പ്രാർത്ഥന നിറഞ്ഞതായിരുന്നു. ദൈവവുമായി ധ്യാനാത്മകവും ദിവ്യയോഗാത്മകവുമായ ഐക്യത്തോടെ അദ്ദേഹം ജീവിച്ചു. പ്രാർത്ഥന ഒരിക്കലും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. വിശുദ്ധരുടെ എല്ലാം, മിഷണറിമാരുടെ എല്ലാം ചൈതന്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന് മറക്കരുത്. കാരണം അവിടെ നിന്നാണ് ബലം വരുന്നത്, തങ്ങളെ തന്നെ അർപ്പിക്കാനും കർത്താവിന് സാക്ഷികളാകാനും. പോയ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം രോഗികളെയും ദരിദ്രരെയും കുട്ടികളെയും ശുശ്രൂഷിച്ചു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണിത്. അദ്ദേഹം ഒരു അരിസ്റ്റോക്രാറ്റിക് മിഷണറി അല്ലായിരുന്നു, മാർപ്പാപ്പ പറയുകയാണ്. ഏറ്റവും ആവശ്യക്കായവരോടൊപ്പം പഠനവും പ്രബോധനവും ആവശ്യമുള്ള കുട്ടികളോടൊപ്പം അദ്ദേഹം എപ്പോഴും ചരിച്ചു, അവരോട് കൂടെയായിരുന്നു. ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രത്യേകമായ തനിമ, അനന്യത ഇവിടെയാണ് നിൽക്കുന്നത്. അദ്ദേഹം എപ്പോഴും ദരിദ്രരും രോഗികളും കുട്ടികളോടുമൊപ്പം ചെലവഴിച്ചു. പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ പാർശ്വങ്ങൾ വരെ അദ്ദേഹം പോയി. ഇത് മാത്രം ചെയ്യാമോ, എന്തുമാത്രം താഴ്ന്നിറങ്ങാമോ അത്രയും താഴ്ന്നിറങ്ങാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അവിടെ അദ്ദേഹം മഹത്വത്തിൽ വളർന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ശുശ്രൂഷയാണ് മഹത്വം എന്ന പാഠം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. അകലെയുള്ള അതിർത്തികളിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹമായിരുന്നു. കാര്യവും നമ്മൾ മറക്കരുത്. സ്ഥിരമായ അധ്വാനം, അപകടങ്ങൾ, പരാജയങ്ങളെ നേരിടൽ, നിരാശകൾ, നിരുത്സാഹപ്പെടലുകൾ എന്നിവയോടെ അവസാനം വരെ അവിടുത്തെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് ആനന്ദവും സമാശ്വാസവും നൽകി എന്നതാണ് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യം. നമ്മളിത് ഓർക്കണം. അപ്പോൾ എന്തൊരു തീക്ഷ്ണതയോടെയാണ് അദ്ദേഹം മിഷണറി പ്രവർത്തനം നടത്തിയത് എന്നത് അതുകൊണ്ടാണ് ഇത്രമാത്രം വ്യാപകമായി. പൗലോസ് ലീഗ ലോകമെമ്പാടും പോയി, അന്നറിയപ്പെടുന്ന ആ സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷം പ്രസംഗിച്ച മാതിരിയാണ് ഫ്രാൻസിസ് സേവ്യറും തൻ്റെ സുവിശേഷ പ്രവർത്തനം നടത്തിയത്. പ്രത്യേകിച്ച് പൂർവ്വദേശത്തേക്ക് അദ്ദേഹം വന്നു, ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചത്. ഏറെ ദാരിദ്ര്യത്തിൽ ഇത്രമാത്രം ധീരതയോടെ ഈ മഹാകാര്യങ്ങൾ ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ തൻ്റെ തീക്ഷ്ണതയിൽ അല്പം സുവിശേഷം പ്രഘോഷിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഇത്ര തീക്ഷ്ണത കാണിച്ച ഫ്രാൻസിസ് സേവ്യറിൻ്റെ മക്കളെന്ന നിലയിലാണ് നാം ഓർക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയിൽ അല്പമെങ്കിലും പങ്കുചേരാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് ചുരുക്കം ചിലരുടെ ദൗത്യമല്ല. വൈദികരുടെയോ കന്യാസ്ത്രീകളുടെയോ മെത്രാൻ്റെയോ മാർപ്പാപ്പയുടെയോ മാത്രമല്ല, എല്ലാവരുടെയും ദൗത്യമാണ്. ഇന്ന് നാം എന്തുമാത്രം തീക്ഷ്ണത കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന വിചിന്തനമാണ്
ഈ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത്, ഇന്ന് അസ്വസ്ഥരാകുന്ന, ആ അസ്വസ്ഥത കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാത്ത അനേകം യുവജനങ്ങളോട് മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്: ഫ്രാൻസിസ് സേവ്യറിനെ നോക്കുക, ലോകത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് നോക്കുക. ഇപ്പം വിശാലമായ ഒരു ലോകമാണുള്ളത്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഏറെ ആവശ്യത്തിലായിരിക്കുന്ന മനുഷ്യരെ നോക്കുക. മാർപ്പാപ്പയുടെ വാക്കുകളാണ്. സത്യത്തിൽ ഈ പ്രസംഗത്തിൽ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഔത്സുക്യത്തിൻ്റെ അടിസ്ഥാനമായി മാർപ്പാപ്പ എടുത്തു കാട്ടുന്ന ഇതാണ്: ഏറെ ആവശ്യത്തിലായിരിക്കുന്ന മനുഷ്യരെ നോക്കുക, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ നോക്കുക. ഈശോയെ ആവശ്യമുള്ള അനേകം മനുഷ്യരുണ്ട്, അവരെ നോക്കുക. പോകാൻ ധൈര്യമാർജിക്കുക, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ധൈര്യമാർജിക്കുക എന്നതാണ്. ഇന്നും ധൈര്യമുള്ള യുവജനങ്ങളുണ്ട് എന്ന് സമാശ്വാസത്തോടെ മാർപ്പാപ്പ പറയുകയാണ്. ഒരു ഉദാഹരണം പറയുന്നു. പപ്പുവ ന്യൂ ഗിനിയിലെ അനേകം മിഷണറിമാരെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങോട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. വാനിമോ രൂപതയിലുള്ള യുവജനങ്ങളെക്കുറിച്ച്, എൻ്റെ സ്നേഹിതരെക്കുറിച്ചാണ് മാർപ്പാപ്പ വീണ്ടും ചിന്തിക്കുന്നത്. ധാരാളം ആളുകൾ മിഷണറി പ്രവർത്തനത്തിന് അങ്ങോട്ട് പോകുന്നു. ഫ്രാൻസിസ് സേവ്യറിൻ്റെ വിളിയാൽ സുവിശേഷവൽക്കരണത്തിനായി ഇറങ്ങിത്തിരിച്ച സകലരെയും കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ജെസ്യൂട്ട് സഭാംഗങ്ങൾ, മാർപ്പാപ്പ തന്നെ ജെസ്യൂട്ട് അംഗമാണല്ലോ, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചും ചിന്തിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സുവിശേഷവൽക്കരണത്തിനായുള്ള ആനന്ദം ഏറെ മനോഹരമാണ്. മാർപ്പാപ്പ ആദ്യം എഴുതിയ അപ്പസ്തോലിക ലേഖനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ചിന്തിച്ചിട്ടുള്ളതാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദമാണ്. സുവിശേഷം അറിയിക്കുന്നതിനേക്കാൾ വലുതായ ഒരു സന്തോഷം വേറെ ഇല്ല എന്ന് എപ്പോഴും മാർപ്പാപ്പ പറയുന്നു. ഈ വാക്കുകൾ ഇവിടെയും ആവർത്തിക്കുകയാണ്. സുവിശേഷവൽക്കരണത്തിനുള്ള ആനന്ദം ഏറെ മനോഹരമാണ്. നമ്മെയും സകലരെയും സന്തുഷ്ടരാക്കുന്ന ഈ സന്ദേശം, അതായത് സുവിശേഷം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ആനന്ദം കർത്താവ് നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം മാർപ്പാപ്പ ഉപസംഹരിക്കുന്നത്. നമുക്കറിയാം, സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് നൽകിയ ആഹ്വാനം, ലോകത്തിന് നൽകിയ, ശിഷ്യന്മാർക്ക് നൽകിയ ആഹ്വാനം ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. അത് ശിരസ വഹിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് സേവ്യർ. നമ്മുടെ നാട്ടിലെ രണ്ടാമത്തെ അപ്പസ്തോലൻ, ആദ്യത്തെ അപ്പസ്തോലൻ തോമാസ് ലീഹായാണെങ്കിൽ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഫ്രാൻസിസ് സേവ്യറാണ്. അദ്ദേഹത്തെ നമുക്ക് വണങ്ങാം, അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് പിൻചെല്ലാം. മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെട്ടതുപോലെ അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ നമുക്ക് ഇടയാകട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം. ജയ് ക്രൈസ്റ്റ്.